എന്നാൽ മാനിഫെസ്റ്റോ വായിച്ചിട്ടൊന്നുമല്ല നാട്ടുംപുറത്ത് ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരായത് കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നാട്ടുംപുറത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാനിഫെസ്റ്റോ വായിച്ചിട്ടും മൂലധനം വായിച്ചിട്ടും ഒന്നും ഉണ്ടായതല്ല. എൻ്റെ നാട്ടിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന കവിയെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പൊന്നാനി കോടതിയിൽ വക്കീൽ ഗുമസ്തനായിരുന്നു. അദ്ദേഹം അവിടെ ഗുമസ്തനായി പ്രാക്ടീസ് ചെയ്യുന്ന കാലത്താണ് പഴയ കോളറ ഉണ്ടായത്. ഈ കോവിഡ് പോലെ ഒരു കാലത്ത് കേരളക്കരയെ ആകെ ബാധിച്ച ഒരു മഹാമാരിയായിരുന്നു തലേത്തട്ടി എന്ന കോളറ. തലേത്തട്ടി എന്ന പെട്ടെന്ന് 2-3 തവണ വയറ്റുന്നു പോവുകയും മരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾ. ആ വീടുകളിൽ മരിച്ച ആളുകളുടെ ശവം മറവ് ചെയ്യാൻ ആളുകൾ പോവില്ല. കോളറയുണ്ട്, തലേത്തട്ടി ഉണ്ടെന്നറിഞ്ഞാൽ ആ അടുത്തേക്ക് പോലും ആളുകൾ പോവില്ല. അപ്പൊ പൊന്നാനിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന തീരദേശത്തെ കുടിലുകളിൽ ആളുകൾ മഹാമാരിയിൽ ഉതിർന്നുതിർന്ന് വീഴുകയാണ്. മരിച്ചവർ കിടക്കുന്നു, അത് അളിഞ്ഞ ശവങ്ങൾ, പലരും പാതിപ്രാണനായി മരിക്കാതെ കിടക്കുന്നു. അതിഭീകരമായ ഒരു രംഗമായിരുന്നു അവിടെ. പക്ഷെ ആരും തിരിഞ്ഞു നോക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുറച്ച് ചെറുപ്പക്കാർ കടപ്പുറത്തെ പാവപ്പെട്ട വീടുകളിൽ ചേരികളിൽ ചെന്ന് മരിച്ചവരെ താങ്ങിയെടുത്തുകൊണ്ടുപോയി മറവ് ചെയ്യുകയും പാതിപ്രാണനായവരെ അന്നത്തെ ആശുപത്രിയുണ്ട്, ഇപ്പോഴത്തെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. 5-10 ചെറുപ്പക്കാരേ ഉള്ളൂ. അവരുടെ നേതാവിനെ ചൂണ്ടി ഒരാൾ ഇടശ്ശേരിയോട് പറഞ്ഞു, ഇടശ്ശേരി ആജന്മ ഗാന്ധിയനാണ്, അദ്ദേഹത്തിൻ്റെ ഖദർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശീലമാണ്, കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, കണ്ടില്ലേ വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ലാത്ത കുറെ കൂട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് അത്രേ, കോളറുള്ളടുത്ത് കയറി ഇറങ്ങി നശിപ്പിച്ച് ഈ നാട് ഇല്ലാതാക്കാൻ നടക്കുകയാണ്, എന്നൊരു തുപ്പു തുപ്പി. അപ്പോൾ ഇടശ്ശേരി പറഞ്ഞൊരു വാചകം, ഈ മനുഷ്യസ്നേഹികൾ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ എനിക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകണം എന്ന് ആഗ്രഹം തോന്നുന്നു. ആ മനുഷ്യസ്നേഹികളുടെ പേര്, ഒരുപക്ഷെ സ്നേഹികളുടെ നേതാവിൻ്റെ പേര് തിരുവനന്തപുരത്തുകാരറിയും, EK ഇമ്പിച്ചി ബാവ എന്നായിരുന്നു. ഇപ്പം ഞാൻ കണ്ട ഒരു പൂർണ്ണ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു EK ഇമ്പിച്ചി ബാവ. പിന്നെ കൊളാടി ഉണ്ണി എന്ന് പറയുന്ന മറ്റൊരാളുണ്ടായിരുന്നു അവിടെ. അവരുടെ പ്രവർത്തനം കണ്ടാണ് എൻ്റെ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ആരും മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല, ആരും മൂലധനം വായിച്ചിട്ടല്ല. ഇമ്പിച്ചി ബാവ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നമുക്കും കമ്മ്യൂണിസ്റ്റ് ആവാം. സഖാവ് കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ നമുക്കും കമ്മ്യൂണിസ്റ്റ് ആവാം. സഖാവ് AKG കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, സഖാവ് സുഗതൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ, ഈ മഹാമനുഷ്യസ്നേഹികൾ, ത്യാഗികൾ, പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കുന്ന ഈ വലിയ മനുഷ്യരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസം ഒരു മഹത്തായ പ്രസ്ഥാനമാണെന്ന് ജനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും, അന്നത്തെ കാലത്തെ പ്രചരണം എന്തൊക്കെയാണെന്നറിയാമോ? അമ്മയും പെങ്ങളെയും കണക്കാക്കാത്തവർ, ദൈവവിരോധികൾ, കള്ളന്മാർ, ദുർമാർഗികൾ, തെമ്മാടികൾ, സർവോപരി കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. അന്ന് FIR ഇടുമ്പോൾ കള്ളനും ദുർമാർഗിയും സർവോപരി കമ്മ്യൂണിസ്റ്റും എന്ന അങ്ങനെയാണ് പ്രചരണം. എന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ പാവപ്പെട്ട മനുഷ്യർ എത്രയോ വന്നു. അപ്പം ഞാൻ കമ്മ്യൂണിസത്തെ അറിഞ്ഞത് ഈ പാവപ്പെട്ടവർക്ക് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളിൽ അവസാനത്തെ ആശ്രയമായി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കേരളം എന്ന ഈ മഹത്തായ പ്രബുദ്ധ ദേശം ഒരു മാതൃക